ഉത്തരം പറയുക ഉടൻ പണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥി ഒന്ന് പരിചയപ്പെട്ടാലോ? എന്താ പേര്? ഹരിത. ഹരിത ഇവിടെ നിന്ന് കഴക്കൂട്ടത്ത് നിന്നും ഹരിതയാണ് ഇന്നത്തെ മത്സരാർത്ഥി. അപ്പോൾ പ്രോഗ്രാമിനെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ കയ്യിൽ ആകെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റിനും 50 രൂപയാണ് ഞാൻ വിലയിട്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ക്വസ്റ്റിനും ആൻസർ പറഞ്ഞാൽ 250 രൂപ കിട്ടും ഹരിതയ്ക്ക്. ഒരു തെറ്റ് ഉത്തരത്തിന് ഒരു ശരി ഉത്തരത്തിൻ്റെ പൈസ പോകും. മനസ്സിലായോ? മൈനസ് ആവുന്നുണ്ട്. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതിനു മുന്നേ ഞാൻ എൻ്റെ ഈ ഒരു പെട്ടി പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ മണിപ്പെട്ടി. ലാസ്റ്റ് എത്ര രൂപയാണോ ഹരിതയ്ക്ക് കിട്ടുന്നത് അത് ഇതിൽ നിന്ന് എടുക്കാം. പെട്ടി ഇവിടെ വെച്ചേക്കുകയാണ്. ഓക്കെ, അടിച്ചുകൊണ്ട് പോകല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? പാലക്കാട്. കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 4 അല്ല, 3 ആൻസർ പറയാം. 3 അല്ല, 6 അല്ല. അപ്പൊ അതിന്റെ നടുക്കുള്ള ആൻസർ ആയിരുന്നു 5 ആയിരുന്നു. ഞാനത് പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ചോദിക്കണേ. ഓക്കെ, കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള നദി. പമ്പ ഒന്ന് തെക്കല്ലേ? ഞാൻ തെക്കേ അറ്റമാണ്. പറഞ്ഞോളൂ. അവിടെയുള്ള നദികളുടെ പേര് പറഞ്ഞാൽ മതി. കല്ലടയുണ്ട്, പിന്നെ അച്ചൻകോവിൽ. അപ്പോൾ തീർന്നു. 3 ഓപ്ഷനായി. ഇല്ല, പിന്നെ മേലുള്ള 3 ഓപ്ഷനേ ഉള്ളൂ. അറിയത്തില്ല. 3 ഓപ്ഷനേ ഉള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. അപ്പോൾ ഹരിത 50 രൂപ നേടിയിരിക്കുകയാണ്. നല്ലൊരു ക്ലാപ്പ് ഞാൻ തന്നെ നൽകാം. വേറെ ആരും ഇവിടെ ക്ലാപ്പ് അടിക്കാൻ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്ര? കേരളത്തിൽ എത്ര കായലുകളുണ്ട് ടോട്ടൽ? നമ്പർ ചോദിക്കാതെ നമ്പർ കായലുകളുടെ എണ്ണം എളുപ്പമുള്ള ചോദിച്ചാൽ എന്റെ പൈസ പോത്തില്ലേ? പറഞ്ഞോളൂ. ഒരു ക്ലൂ തരാൻ വേണേ. 2 അക്കമേ ഉള്ളൂ. 2 അക്കം. 14. അല്ല, പോരട്ടെ. താഴോട്ടോ വെള്ളോട്ടോ? അതൊന്നും പറയത്തില്ല. പറഞ്ഞോളൂ. 12. അല്ല, ഇടയ്ക്കുള്ളയാണോ? അതൊന്നും പറയത്തില്ല. ഉത്തരത്തിന് 13 അല്ല. 11 കായല്. 11 അതുമല്ല, തീർന്നു. 15 ആണോ? അല്ല, 34 ആയിരുന്നു ആൻസർ. 5ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഇതൊക്കെ വരുമോ? ഇതൊന്നും വിടല്ലേ. കറക്റ്റ്. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എളുപ്പമുള്ള ചോദിക്കും. നമ്പറുകൾ ചോദിക്കില്ല. ഞാൻ PSC ഒക്കെ പഠിച്ചാൽ മറന്നുപോയി. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? വെസ്റ്റേൺ ഗട്ട്സിലല്ലേ? ആണോ? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാ? ഫസ്റ്റ് പറഞ്ഞു. ആനമുടിയാണ്. യെസ്, കറക്റ്റ് ആൻസർ. അപ്പോൾ ഹരിതയ്ക്ക് 50 രൂപ കിട്ടിയിരിക്കുകയാണ്. നല്ലൊരു ക്ലാപ്പ് ഞാൻ തന്നെ വീണ്ടും നൽകുകയാണ്. വേണമെങ്കിൽ ഹരിതയ്ക്കും ക്ലാപ്പ് അടിക്കാം. അപ്പോൾ എന്റെ 50 രൂപ ഇപ്പൊ പോകുന്നതാണ്. എന്റെ വിഷമമുള്ള കാര്യമാണ്. എന്റെ മണിക്കുട്ടിയിൽ നിന്നും എന്റെ മണിപ്പെട്ടിയിൽ നിന്ന് പൈസ പോകുന്ന കാര്യം എനിക്ക് ഇഷ്ടമല്ല. എങ്കിലും എടുത്തോളാൻ പറ്റും. താങ്ക് യു. എന്നെ എടുക്കണ്ട. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? നല്ല പ്രോഗ്രാം. നീ തെറ്റിയതൊക്കെ വരുമോ TV-യിൽ? ശരി, അപ്പോൾ ഇനിയും കാണാം. ശരി, താങ്ക് യു.